ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം. അവസാനത്തെ ശ്ലോകമാണ് ഈ ചാപ്റ്ററിലെ 42-ാമത്തെ ശ്ലോകം. തസ്മാദജ്ഞാനസംഭൂതം ഹൃത്സ്ഥം ജ്ഞാനാസിനാത്മനാ ചിത്വൈനം സംശയം യോഗമാദിഷ്ടോത്തിഷ്ഠ ഭാരത. മലയാളം. ജ്ഞാനമെന്നുള്ളൊരീ ഖൽഗം കൊണ്ട അജ്ഞാനസമുദ്ഭവം അകറ്റിട്ടെഴുന്നേൽക്കുക ഭാരത. തസ്മാത് അതുകൊണ്ട്, അജ്ഞാനസംഭൂതം ഹൃത്സ്ഥം അജ്ഞാനം മൂലം വന്നു ചേർന്ന് ഹൃദയത്തിൽ കുടിയിരിക്കുന്ന ആത്മനഃ ഏനം സംശയം നിന്റെ ഈ സംശയത്തെ ജ്ഞാനാസിന ചിത്വ ജ്ഞാനമെന്ന വാളുകൊണ്ട് ഛേദിച്ചിട്ട് യോഗം ആദിഷ്ഠ യോഗത്തെ അവലംബിക്കൂ, യജ്ഞമെന്നോണം അനുഷ്ഠിക്കൂ. ഭാരത ഉത്തിഷ്ഠ ഹേ അർജുന എഴുന്നേൽക്കൂ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, കർമ്മങ്ങൾ ജ്ഞാനരൂപേണ ചെയ്യണം, സംശയാലുവായിട്ട് ജീവിക്കരുത്. അതുകൊണ്ട് കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ജീവൻ ആത്മഭാവത്തിലേക്ക് ഉണർന്നാൽ മാത്രമേ കർമ്മങ്ങൾ നമ്മളെ ബന്ധിക്കാതിരിക്കൂ എന്നുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവസാനത്തേതിൽ ഈ ശ്ലോകത്തിൽ കുറച്ചൊരു നിർബന്ധം കൂടെ കാണിക്കുന്നുണ്ട്. നല്ല സ്നേഹപൂർവമായിട്ട് നമ്മൾ നിർബന്ധിക്കുമല്ലോ കുട്ടികളെയൊക്കെ, വളരെ സ്നേഹത്തോടെ അങ്ങനെ ചെയ്യണം കേട്ടോ, എന്തായാലും ചെയ്തിരിക്കണം കേട്ടോ എന്ന് പറയില്ലേ, അതേപോലെ ഒന്ന് നിർബന്ധിക്കുന്നുമുണ്ട് അർജുനനെ. നീ ചെയ്തിരിക്കണം എന്നുവെച്ചാൽ അങ്ങനെ വളരെ ദേഷ്യപ്പെട്ടല്ല പറയുന്നത്, സ്നേഹത്തോടെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഈ ഋഷിമാർ എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതുമായിട്ടുള്ള ജീവിത രീതി നമ്മൾ പിന്തുടരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജ്ഞാനികൾ പറയുന്നത് അതേപടി അനുസരിക്കണം എന്നാണല്ലോ ഭഗവാൻ പറയുന്നത്. കാരണം നമുക്ക് വിശ്വാസം വരുന്നത് വരെ, അനുഭവം കിട്ടുന്നത് വരെ തൽക്കാലം ഗുരുവിനെ വിശ്വസിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ യോദ്ധാവായിട്ടുള്ള ഞാൻ എങ്ങനെയാണ് ഇത് പിന്തുടരുക എന്ന് നിനക്ക് വല്ല സംശയം ഉണ്ടോ എന്ന് കൃഷ്ണൻ തന്നെ ചിന്തിക്കുകയാണ്. നീ അങ്ങനെ വല്ല സംശയം അർജുനനുണ്ടെങ്കിൽ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയണ മാതിരി കൃഷ്ണൻ ഉപദേശിക്കുകയാണ്. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന അജ്ഞാനമാകുന്ന നിൻ്റെ സംശയങ്ങൾ മുഴുവനും ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഛേദിച്ചു കളയൂ അർജുന. അപ്പോൾ ഈ സംശയം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു സംശയം വരാം. ഇതിനു മുന്നേ ഉള്ള ഒരു ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിൽ തന്നെ കുറച്ച് പദ്യങ്ങൾക്ക് മുന്നേ നമ്മൾ ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ശരീരത്തിൽ ഹൃദയം എന്ന് പറയുന്നത് തൊടുന്ന സ്ഥലത്തല്ല ശരിക്കും ഹൃദയം ഇരിക്കുന്നത്. സ്നേഹം, കരുണ, ഉത്കൃഷ്ട വികാരങ്ങൾ ഇതൊക്കെ നമുക്ക് എവിടെയാണോ തോന്നുന്നത് ആ സ്ഥലമാണ് ഹൃദയം. അപ്പോൾ അല്ലാതെ രക്തചംക്രമണമുണ്ട്, 4 അറകളുണ്ട് ഹൃദയത്തിന്, ഇതൊക്കെ നമ്മൾ ബയോളജിയിലും ഇതിലൊക്കെ പഠിക്കുകയാണ്. അതല്ല, ആ ഭാഗമാവണമെന്നില്ല ഹൃദയം. എവിടെയായാലും ഈ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഹൃദയം. അപ്പോൾ ഈ അധ്യായം ഇങ്ങനെ ഉപദേശരൂപേണ പറഞ്ഞ് ഭഗവാൻ ഉപസംഹരിക്കുകയാണ്. ഹേ അർജുന, ഈ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് നിൻ്റെ സംശയങ്ങളെ മുഴുവൻ വെട്ടിമുറിച്ച് യോഗം അനുഷ്ഠിക്കൂ. ആ യോഗത്തിൻ്റെ ഒരു പരിശീലനം, നമ്മൾ ട്രെയിനിങ് പറയില്ലേ, അതിൻ്റെ തുടക്കം മാത്രമാണ് ഈ യുദ്ധം. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയർന്ന് അവസാനം നിനക്ക് അനുഭവങ്ങൾ വരും. ആ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. നീ ജ്ഞാനം നേടിയ ഗുരുക്കന്മാരെ ഇപ്പം അനുസരിക്കൂ. എന്താ വെച്ചാൽ ഞാനാണിപ്പോൾ ഗുരു, ഞാൻ പറയണത് നീ അനുസരിക്കൂ. നമ്മളെപ്പോഴും പറയും കുട്ടികളോട്, പലതരം ഉപദേശങ്ങളിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ കൊടുക്കും, മക്കളെ നിങ്ങൾ അങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്നും പറയും, ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഫോർമുലാസൊക്കെ എഴുതി വയ്ക്കൂ. ഫോർമുല ഒരു 5-6 പ്രാവശ്യം എഴുതി വയ്ക്കൂ. ഒരു A4 ഷീറ്റ് എടുത്തിട്ട് വൃത്തിക്ക് ചാപ്റ്റർ 1ൻ്റെ ഫോർമുല, 2ാമത്തേതിൻ്റെ ഫോർമുല അങ്ങനെ എഴുതി വയ്ക്കൂ. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ അത് വളരെ എളുപ്പമാണ്.
എളുപ്പമാവുന്നു. ഇതൊക്കെ ടീച്ചറായിട്ടുള്ള ഞാൻ ഉപദേശിക്കുന്നു. പക്ഷേ 10 കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പിറ്റേ ദിവസം ഞാൻ എത്ര പേര് എഴുതിയിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആകെ 1 2 പേര് എഴുതിയിട്ടുണ്ടാവും. ബാക്കിയുള്ളത് അവർ ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണൻ പറയുന്നത്, അർജുന, നീ എന്നെ വിശ്വസിക്കൂ, ഞാൻ നിൻ്റെ ഗുരുനാഥനായിട്ട് ഉപദേശങ്ങൾ തരികയാണ്, നല്ല കാര്യങ്ങളാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ ആ ഗുരുനാഥന്മാരെ അനുസരിക്കൂ. തൻ്റെ ധർമ്മങ്ങൾ എല്ലാം യജ്ഞങ്ങളായിട്ട് മാറണമെങ്കിൽ കർമ്മം യജ്ഞരൂപേണ ചെയ്യണം. ആ യജ്ഞരൂപേണ ചെയ്തു കഴിഞ്ഞാൽ നീ ജ്ഞാനയോഗത്തിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളത്, ഭഗവാൻ എന്നെ ഉപദേശിച്ചതൊക്കെ വളരെ സത്യമായിരുന്നു എന്ന്. പക്ഷേ അതിലേക്ക് എത്തുന്നത് വരെ നീ എന്നെ അനുസരിച്ചേ പറ്റൂ എന്ന് കുറച്ചൊന്ന് നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് പറയാണ്. അപ്പം ജ്ഞാനമാണ് നമ്മളെ കർമ്മസന്യാസത്തിലേക്ക് നയിക്കുന്നത്. അതാണ് ഈ അധ്യായത്തിൻ്റെ ചുരുക്കം. ജ്ഞാനകർമ്മ സന്യാസയോഗം എന്നാണ്. അപ്പം ജ്ഞാനം കൊണ്ട് കർമ്മസന്യാസം എങ്ങനെ നേടാം, അല്ലെങ്കിൽ കർമ്മസന്യാസം കൊണ്ട് ജ്ഞാനം എങ്ങനെ നേടാം, തിരിച്ചായാലും എങ്ങനെയായാലും കുഴപ്പമില്ല. കർമ്മമാണല്ലോ ഇവിടെ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കർമ്മം കൊണ്ട് കർമ്മം ചെയ്ത് നമുക്ക് എങ്ങനെ ജ്ഞാനം നേടാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലൗകികന്മാരായിട്ടുള്ള നമ്മൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് തരുന്ന ഒരു ഉപദേശമാണ്, അല്ലാണ്ട് ഇത് അർജുനന് മാത്രം കൊടുക്കുന്ന ഉപദേശമല്ല. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പലതരം യജ്ഞങ്ങൾ, 12 തരം യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതാണ് ആ യജ്ഞങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഹേ അർജുന, നീ ഉത്തിഷ്ഠ ഭാരത എന്നാണ്. ഉത്തിഷ്ഠ ഭാരത, യജ്ഞഭാവേന കർമ്മങ്ങൾ അനുഷ്ഠിച്ച് കൂടുതൽ ചിത്തശുദ്ധി നേടി ധ്യാനത്തിലൂടെ പരമമായിട്ടുള്ള ഒരു ഭഗവത് പദം, അതായത് പരമാനന്ദം അനുഭവിച്ച് ആത്മജ്ഞാനത്തിലെത്തൂ. എല്ലാ മനുഷ്യരോടും കൂടിയിട്ട് ഭഗവാൻ ഉത്ബോധിപ്പിക്കുകയാണ് ഇത്. അങ്ങനെ 4ാമത്തെ അധ്യായം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ തുടക്കത്തിൽ ഈ 4ാം അധ്യായം തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളതിനെ ഉപസംഹരിക്കുകയാണ്, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ തുടങ്ങിയത് തന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞത് സൂര്യദേവന് മാത്രമേ ഞാൻ ഇതിനു മുന്നേ ഇത് ഉപദേശിച്ചിട്ടുള്ളൂ. ജ്ഞാനത്തെ, അതായത് കർമ്മത്തെ ജ്ഞാനരൂപേണ യജ്ഞരൂപേണ കർമ്മം ചെയ്ത് ജ്ഞാനത്തിലേക്ക് എത്തുന്ന മാർഗങ്ങളാണ്. അപ്പോൾ ഇതിനു മുന്നേയുള്ള എത്രയോ ഋഷിമാരെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും അത് അനുഷ്ഠിച്ചേ പറ്റുള്ളൂ എന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. ആദ്യം തന്നെ രാഗഭയക്രോധങ്ങൾ വെടിഞ്ഞ് എന്നെ ആശ്രയിച്ച് ജ്ഞാനം നേടൂ, അവരെ എന്നിൽ തന്നെ അവസാനം വന്ന് ലയിക്കുന്നു. ഭജിക്കുന്ന എല്ലാവരെയും തന്നെ ഞാൻ സ്വീകരിക്കും, ഏത് വഴിയിലൂടെയും എന്നിലേക്ക് എത്താം. ഇതൊക്കെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. കർമ്മങ്ങളെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുത്തു. കർമ്മം, അകർമ്മം, വികർമ്മം ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുത്തു. ജ്ഞാനം കൊണ്ട് കർമ്മഫലത്തെയൊക്കെ നശിപ്പിച്ച് കർമ്മം ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ള ആളെന്ന്, ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പലതരം യജ്ഞങ്ങളെക്കുറിച്ച് 12 തരം യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഈ ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ, അല്ലേ, ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങൾ വിവിധ തരമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ജ്ഞാനയജ്ഞം, ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായ യജ്ഞം, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാ ഉപദേശങ്ങളും കൊടുത്തു കഴിഞ്ഞു. ദ്രവ്യയജ്ഞത്തെക്കാൾ ശ്രേഷ്ഠം ജ്ഞാനയജ്ഞമാണ്. അതും ഒരു പദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉപദേശിച്ച് തൻ്റെ ജ്ഞാനം കൊണ്ട് നിൻ്റെ വ്യാമോഹമൊക്കെ നീക്കി ഞാൻ എല്ലാറ്റിലും തന്നെ ഞാൻ തന്നെയാണ് ഇത്, ഞാൻ തന്നെയാണ് പ്രപഞ്ചം, ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന അറിവ് നീ നേടൂ. അഗ്നിയിൽ വിറക് എരിയുന്നത് പോലെ കർമ്മങ്ങളെല്ലാം ജ്ഞാനാഗ്നിയിൽ എരിച്ചടക്കൂ, അല്ലെങ്കിൽ എരിഞ്ഞടങ്ങുന്നു. അതുകൊണ്ട് കാലക്രമേണ ആത്മജ്ഞാനത്തിലെത്തും. ഇങ്ങനെയുള്ള ഉപദേശങ്ങളാണ് കൊടുത്തത്. അതുകൊണ്ട് കർമ്മഫലങ്ങളെല്ലാം ത്യജിച്ച് ജ്ഞാനത്തിൽ എത്തുന്നതുവരെ നീ ഗുരുവായിട്ടുള്ള എന്നെ വിശ്വസിക്കൂ. ഞാൻ പറയുന്ന ജീവിത രീതി, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഇത്രയും നേരം തന്നിരുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് പൊർക്കളത്തിൽ പോയിട്ട് യുദ്ധം തുടങ്ങൂ. ഇത് നിൻ്റെ ആദ്യപടിയാണ്. പിന്നെ മെല്ലെ മെല്ലെ നിൻ്റെ കർമ്മങ്ങളിങ്ങനെ ചെയ്ത് അത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നീ ജ്ഞാനത്തിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് അർജുന എണീക്കൂ, ഉത്തിഷ്ഠ ഭാരതമാണ്. ഹേ അർജുന എണീക്കൂ.
യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവും. നമ്മൾ എല്ലാ ഭാരതീയരോടും കൂടിയിട്ടുള്ള ഒരു ഉത്ബോധനാണ് ശരിക്കും ഇത്. ഭഗവാൻ അർജുനനോട് മാത്രം പറയുന്ന ഒരു കാര്യം അല്ല. 4-ാമത്തെ അധ്യായം കഴിഞ്ഞു. അടുത്തതിനി വീണ്ടും കർമ്മസന്യാസയോഗമാണ്. ഇത് ജ്ഞാനകർമ്മസന്യാസയോഗമായിരുന്നു. കർമ്മസന്യാസം കൊണ്ട് ജ്ഞാനത്തിലെത്തുന്ന മാർഗമായിരുന്നു. അടുത്തത് കർമ്മസന്യാസയോഗമാണ്. 5-ാമത്തെ അധ്യായം നമ്മൾ അടുത്ത ദിവസം വായിക്കാം. ഓം സത് തത് സത് ഇതി ശ്രീമദ്ഭാഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനകർമ്മസന്യാസയോഗോ നാമ 4ാധ്യായഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണോ.